സർക്കാർ ഓഫീസുകളിലെ പഞ്ചിംഗ് സംവിധാനം പരിഷ്കരിക്കുന്നതുവരെ ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിംഗ് രേഖപ്പെടുത്താൻ അനുമതി നൽകി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. പരിഷ്കരണത്തിനിടെ സെൻസറുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി പഞ്ചിംഗ് രേഖപ്പെടുത്തുന്നതിനായി ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നത്. സർക്കാർ ഓഫീസുകളിലെ പഞ്ചിംഗ് സംവിധാനത്തിലെ പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിലുള്ള അറ്റൻഡൻസ് പഞ്ചിംഗ് മെഷീനുകൾ പരിഷ്കരണത്തിനിടെ തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിംഗ് രേഖപ്പെടുത്താൻ തീരുമാനമായത്. ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. താൽക്കാലികമായിരിക്കും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക. ബയോമെട്രിക് പഞ്ചിംഗ് പ്രവർത്തനരഹിതമായാൽ ഉടൻ തന്നെ ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ പഞ്ചിംഗ് നടപ്പിലാക്കുന്നതിനായി വകുപ്പുകളുടെ നോഡൽ ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും IT മിഷൻ പരിശീലനം നൽകും. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, സ്റ്റേഷനറി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ഭാഗ്യക്കുറി വകുപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കാകും പരിശീലനം നൽകുക. പരിശീലനം ലഭിച്ചവർ 10 ദിവസത്തിനുള്ളിൽ മറ്റുദ്യോഗസ്ഥരെയും പരിശീലിപ്പിക്കണം. പരിശീലനം പൂർത്തിയാക്കി IT മിഷൻ ഡയറക്ടർ റിപ്പോർട്ട് സർക്കാരിന് കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം.